ഇപ്പം CJPയുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു ജന്തർ മന്ദിറിൽ. അതിന്റെ തുടർച്ചയെന്നോണം ഒരു കേന്ദ്രമന്ത്രിക്ക് ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ മെറ്റയുടെ ഒരു നീക്കമാണ്, CJPക്കെതിരായ മെറ്റയുടെ ഒരു നീക്കത്തെക്കുറിച്ചാണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ CJPയുടെ പോസ്റ്റും റീലും ഒക്കെ മെറ്റ നീക്കിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾക്കും ഇന്ത്യൻ IT നിയമങ്ങൾക്കും വിരുദ്ധമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു വിവരങ്ങളുമായിട്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പം CJPയുടെ റീലുകളും പോസ്റ്റുകളും ഒക്കെ നീക്കിയത് മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാക്കളുടെയും പോസ്റ്റുകളൊക്കെ സമാന രീതിയിലുള്ളത് നീക്കിയെന്ന് അറിയുന്നു. അപ്പൊ എന്താ മെറ്റ നൽകുന്ന വിശദീകരണം? ശരത് ലാലിലേക്ക് നമുക്ക് എത്താം. ഈ കേൾക്കാമോ ശരത് ലാൽ? കേൾക്കാമോ? പറഞ്ഞോളൂ ശരത് ലാൽ. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് മെറ്റയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മെറ്റയുടെ ഗ്ലോബൽ ഹെഡ് അടക്കമുള്ള പോളിസി ഹെഡ് അടക്കമുള്ള മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരുമായും കേന്ദ്ര IT മന്ത്രി വൈഷ്ണവ് ദേവുമായുമായിട്ട് ഒക്കെ ചർച്ച നടത്തിയ ശേഷമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു നീക്കം നടന്നാണ് CJP ആരോപിക്കുന്നത്. തങ്ങളുടെ റീൽസും അതേപോലെ തങ്ങളുടെ പോസ്റ്റും പൂർണ്ണ രൂപത്തിൽ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് മെറ്റ നടപടികൾ സ്വീകരിക്കുന്നു. 600ഓളം പോസ്റ്റുകളാണ് ഔദ്യോഗികമായ പേജിൽ നിന്ന്, ഇൻസ്റ്റാ പേജിൽ നിന്ന് മെറ്റ മാറ്റിയിരിക്കുന്നു എന്നാണ് CJP വ്യക്തമാക്കുന്നത്. ഇതേപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ അല്ലെങ്കിൽ കമന്റുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നീക്കിയെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ഏതായാലും മെറ്റയെ സംബന്ധിച്ചോളം കേന്ദ്ര സർക്കാർ നൽകിയ മാനദണ്ഡ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്നതാണ് മെറ്റയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കലിന്റെ പിന്നിലുള്ളത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. അതായത് സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെ മെറ്റ നീക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് അതായത് കേന്ദ്ര IT മന്ത്രാലയം മെറ്റ ഉന്നത ഉദ്യോഗസ്ഥരുമായ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് എന്നതും നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഏതായാലും CJPയുടെ പോസ്റ്റുകളാണ് റീലുകളാണ് വ്യാപകമായി നീക്കം ചെയ്യപ്പെട്ടത് എന്നാണ് CJP ആരോപിക്കുന്നത്. എന്നാൽ വരും മണിക്കൂറുകൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എന്നാൽ ഏതൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ പോസ്റ്റുകളും റീലുകളും മാറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ചും ആ പാർട്ടിയുടെ IT വിഭാഗം ഇപ്പോൾ പരിശോധിക്കുകയാണ്. കോൺഗ്രസും അതേപോലെ സമാജ്വാദി പാർട്ടിയും ഇത് സംബന്ധിച്ച ഉടൻ തന്നെ പത്രക്കുറിപ്പ് ഇറക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മെറ്റ പറയുന്നത് മെറ്റയുടെ വിശദീകരണം എന്നാൽ ഇന്ത്യൻ IT നിയമങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ള തങ്ങളുടെ മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായ പോസ്റ്റുകളാണ് മാറ്റുന്നത്. അത് പരിശോധിച്ചാണ് മാറ്റിയിരിക്കുന്നത് എന്നാണ് മെറ്റയുടെ ന്യായം. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകൾ ഇത് വൻ വിവാദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റു പ്രതിപക്ഷ പാർട്ടികളും CJPയെ പിന്തുണച്ചുകൊണ്ട് പുറത്ത് വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും കോൺഗ്രസിന്റെയും അതുപോലെ സമാജ്വാദി പാർട്ടിയുടെയും പോസ്റ്റുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് ആ പാർട്ടികൾ വിലയിരുത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ഓക്കെ.